ഫ്രണ്ട്സ്, ഞാൻ കോമളകുമാരി വീട്ടുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൂൺ കൃഷിയെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. കൂൺ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്കതിൽ വേണ്ടത് വൈക്കോൽ. കൂൺ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് വൈക്കോൽ. രണ്ടാമത് വിത്ത്. ഇതാണ് കൂണിൻ്റെ വിത്ത്. അടുത്തതായി അതുണ്ടാക്കുന്നത് കവർ. അത് നമുക്ക് എല്ലാ കടയിലും വാങ്ങാനൊക്കെ കിട്ടും. ആ കവർ. നമുക്ക് വേണ്ടത് ബെഡ് കെട്ടാനായിട്ടൊരു കയറ്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വൃത്തിയാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് കൈ സോപ്പോ ഡെറ്റോളോ ഇട്ട് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം കൂൺ ഉണ്ടാക്കാനുള്ള ബെഡ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ വൈക്കോൽ എങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് പറഞ്ഞില്ലല്ലോ. വൈക്കോൽ വാങ്ങി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. ആ വൈക്കോൽ കഴുകി പിഴിഞ്ഞെടുത്ത് അതിനെടുത്ത് വേറൊരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് ആ വൈക്കോൽ തിളപ്പിച്ച് 5 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് വെട്ടിത്തിളച്ച് ആ വൈക്കോൽ നമ്മൾ ഒരു നല്ല വൃത്തിയുള്ള ഒരു പ്രതലത്തിൽ ഇങ്ങനെ തോരാൻ വയ്ക്കുക. തോരാൻ വച്ചതിന് ശേഷം അതിനെ നമ്മൾ തോർന്നതിന് ശേഷം വൈക്കോലുകൾ നല്ല വൃത്തിയുള്ള, ഞാൻ ചാക്കിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്, അതിനെ ഇങ്ങനെ വൃത്തിയായിട്ട് കുടഞ്ഞിട്ട് വെയിലത്തോ ഫാനിൻ്റെ ചുവട്ടിലോ വെച്ച് നമുക്കതിൻ്റെ ഈറം വാട്ടിയെടുക്കാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ വൈക്കോല് റെഡിയാക്കണ എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനെ പിഴിയുമ്പോൾ വെള്ളം പാടില്ല, എന്നാൽ ഇതിന് ഈറനും ഉണ്ടായിരിക്കണം. ഈ കവറിൽ കുറച്ച് വിത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം ഈ വൈക്കോൽ ഇങ്ങനെ ചുമ്മാട് പോലെ ചുരുട്ടി ഇതിനകത്ത് ഒരു ലെയർ ഇങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് വിത്തെടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കണം. അങ്ങനെ 4 ലെയർ വൈക്കോൽ നമ്മളങ്ങനെ വെച്ച് വിത്ത് ഇട്ട് അപ്പോൾ ഒരു ബെഡിൻ്റെത് കണക്കാകും. അതിന് നമ്മൾ വീണ്ടും ആ ബെഡിനെ നമ്മൾ ഇറക്കി ഇങ്ങനെ അമർത്തി കെട്ടി വരുമ്പോൾ ഒരു ബെഡ് റെഡിയാവും. ഇത് അങ്ങനെ റെഡിയാക്കിയ ഒരു ബെഡാണ്. ഈ ബെഡിനെ നമ്മൾ ഇരുട്ടുമുറിയിൽ സൂക്ഷിക്കുക. അണുവിമുക്തമായ ഇരുട്ടുമുറിയിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നല്ല വൃത്തിയും എല്ലാം വേണം. 10 ദിവസത്തിന് ശേഷം ഇതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. 10 ദിവസത്തിന് ശേഷം നമുക്കിതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബെഡ് റെഡി ആയല്ലോ. അതിനുശേഷം നല്ല വൃത്തിയുള്ള ഒരു സേഫ്റ്റി പിന്നോ ഒരു സൂചിയോ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഇതിനകത്തുള്ള എയർ പുറത്തു പോകാനായിട്ട് ഇങ്ങനെ ഹോളുകളിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നിറച്ച് ഹോളിട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇതിനകത്ത് നിൽക്കുന്ന എയർ പുറത്തു പോവുകയുള്ളൂ. 15 ദിവസത്തിന് ശേഷം ഈ ബെഡ് നമ്മളെടുത്ത് ഒരു നല്ല വൃത്തിയുള്ള ബ്ലൈഡോ കത്തിയോ ഉപയോഗിച്ച് ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് കീറലിട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് കൂണിന് മുളച്ച് പുറത്ത് വരാൻ സാധിക്കൂ. 22 ദിവസമാകുമ്പോൾ ഇതിൽ നിന്നും ചെറിയ മുളകൾ വരും. ഇത് 24 ദിവസമായ കൂണിൻ്റെ ബെഡാണ്. ആദ്യം ഇതുപോലെ ചെറുതായിട്ടാണ് മുളകൾ വരുന്നത്. ഇത് ഇന്നിപ്പോൾ രാവിലെ ചെറുതായിട്ട് പൊട്ടി മുളച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇന്നലെ വന്നതാണ്. ഇതിപ്പോൾ മറ്റന്നാൾ രാവിലെ നമുക്കിതിൻ്റെ വിളവെടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ദിവസത്തിനകം വെച്ച് നമ്മളിതിൻ്റെ വിളവെടുത്തിരിക്കണം. ഇനി ഈ ബെഡ് 10 ദിവസം വരെ ഒരു ഇരുട്ടുള്ള മുറിയിൽ ഇങ്ങനെ മുറിയിൽ തൂക്കിയിടുക. കൂൺ മുളച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാം. വിളവെടുത്താൽ നമ്മൾ നല്ലൊരു പാത്രത്തിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂൺ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 ദിവസത്തിനകം വെച്ച് നമ്മൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കൂണ് കേടാവും.
വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കൃഷിയാണെങ്കിലും ശ്രദ്ധയും വൃത്തിയും നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കൂണിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ മറുപടി ഞാൻ തരുന്നതാണ്. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും ഉടനെ കാണാം.